വലിയൊരു വിൻകറോസിയ ചെടി വളരുന്ന ചെടിച്ചട്ടിയിൽ കുറേ മുളകുകളുണ്ട്. അതിനൊക്കെ നല്ല ആരോഗ്യം കാണുന്നുണ്ട്, കേടായി കാണുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ താഴെ ഒരു ചെറിയ ചെടിച്ചട്ടിയിൽ വളരുന്ന ഒരു വിൻകറോസിയ ഉണ്ട്, അതെടുത്തിട്ട് ഇവിടെ ഒരു മുളകുണ്ട് കുറേ ഇലയൊക്കെ കേടായി നിൽക്കുന്നത്, അതിൻ്റെ അടുത്തൊന്ന് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ വല്ല ഗുണം കിട്ടുമെന്നൊന്ന് പരീക്ഷിക്കുകയാണ്. മുളകിൻ്റെ ഇലകളൊക്കെ കണ്ടില്ലേ, കുരുടിച്ചു പോയിരിക്കുക, കേടായിരിക്കുക. അപ്പോൾ ആ ചെടിച്ചട്ടിയിൽ ഞാനൊരു ചേമ്പ് നട്ടുകൊണ്ട്, വലിയ ചേമ്പ് നട്ടുണ്ട്, ഒരു തായ് ചേമ്പ് എന്ന് പറയും, അതായത് പറിച്ചെടുത്ത ചേമ്പ് തന്നെ ഒന്നുകൂടെ നട്ടു നോക്കിയിട്ടുണ്ട് വളരുമെന്നറിയാൻ. അപ്പോൾ അതിൽ 2 ചെടികൾ ഉണ്ടായതുകൊണ്ട് ഞാൻ എന്ത് വിചാരിച്ചു, തൊട്ടടുത്തുള്ള ചെടിച്ചട്ടിയിൽ നടാം, എന്നിട്ട് ഇത് ഈ ചെടിയുടെ ഇടയിലേക്ക് വെച്ച് കൊടുക്കാം, എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയാം. തൊട്ടടുത്ത ചട്ടിയിൽ ഒരു തക്കാളി ചെടിയും ഒരു കറിവേപ്പിൻ്റെ ഒക്കെ ചെറിയ ചെടികൾ, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ ഈ വിൻകറോസിയ ചെടി പറിച്ചുകൊണ്ടൊന്ന് നട്ടു. വലിയ ചെടിയാണ്, നേരത്തെ പറഞ്ഞ ആ ചെടിയെക്കാട്ടും പ്രായമുള്ളതാണ് ഈ ചെടി. കുറേ കാലമായിട്ട് മുരടിച്ചൊരു കുഞ്ഞ് ചെടിച്ചട്ടിയിൽ നിൽക്കുകയാണ്. അപ്പോൾ 2 ഉദ്ദേശമുണ്ട്. ഇതിൽ വലിയ ചെടിച്ചട്ടി വന്നു കഴിഞ്ഞാൽ ഇത് കൂടുതൽ നന്നായി വളരുമെന്നറിയണം. പിന്നെ ഇതിൻ്റെ ഒരു മണമുണ്ടല്ലോ, ആ മണം കാരണം കീടങ്ങൾ മാറി നിന്നിട്ട് ഈ നമ്മുടെ മുളകിൻ്റെ ഇലകളൊക്കെ ശരിയായി നല്ലോണം കായ്ക്കുമെന്ന് നോക്കണം. ഒരു സൂത്രപ്പണി പരീക്ഷണം, അത്രയേ ഉള്ളൂ. മറ്റ് ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം ആ വലിയ ചെടിച്ചട്ടിയിൽ വലിയ വിൻകറോസിയുടെ അടുത്തുള്ള മുളക് ചെടികൾ നന്നായിട്ട് വളരുന്നതും വലിയ കീടബാധയിലാണ് നിൽക്കുന്നതും. പിന്നെ കുറച്ചുകൂടെ വെയിലുള്ള സ്ഥലമാണ്, അതും കാരണമാവാം.